തിരുവനന്തപുരത്തെ ഹോട്ടൽ വ്യവസായിയിൽ നിന്ന് 35 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പൈങ്ങോട്ടൂർ പനങ്കര തിരുനിലത്ത് രാജേഷ്, അരിക്കുഴ മൂഴിക്കൽ രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. വൈദികനെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പണം തട്ടിയത്. വൈദികനായി വേഷം കെട്ടിയ അരിക്കുഴ ലക്ഷ്മി ഭവനിൽ അനിൽ വി കൈമൾ, കപ്പ്യാരായി ചമഞ്ഞ ആനച്ചാൽ പാറയ്ക്കൽ ഷിഹാബ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. അനിലിന്റെ ഡ്രൈവറാണ് രാജേഷ്, അനിലിന്റെ സുഹൃത്താണ് രഞ്ജിത്ത്. ഇവരിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. ഡിവൈഎസ്പി ബിനു ശ്രീധറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. തിരുവനന്തപുരം സ്വദേശിയായ ഹോട്ടൽ വ്യവസായി ബോസിനാണ് പണം നഷ്ടമായത്. ചിത്തിരപുരം സ്വദേശി ഫാദർ പോൾ എന്ന പേരിലാണ് അനിൽ ഫോണിലൂടെ പരിചയപ്പെടുത്തിയത്. വൈദികനെ പോലെ സംസാരിച്ച് വ്യവസായിയുടെ വിശ്വാസം പിടിച്ചുപറ്റി. മൂന്നാറിൽ കുറഞ്ഞ വിലയിൽ ഭൂമി വാങ്ങാമെന്നും 35 ലക്ഷം രൂപയുമായി 19-ന് ചിത്തിരപുരത്തെത്തണമെന്നും നിർദ്ദേശിച്ചു. കാറിൽ ചിത്തിരപുരത്തെത്തിയ വ്യവസായി അനിലിനെ ഫോണിൽ വിളിച്ചപ്പോൾ തന്റെ സഹായിയായ കപ്പ്യാർ സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞു. പണമടങ്ങിയ ബാഗ് സഹായിയെ കാണിക്കണമെന്നും പണം കൈമാറരുതെന്നും വ്യവസായിയോട് പറഞ്ഞു. ബാഗ് തുറന്ന് പണം കാണിക്കുന്നതിനിടെ വ്യവസായിയെ തള്ളിയിട്ട് കപ്പ്യാരുടെ വേഷത്തിൽ വന്നയാൾ പണവുമായി കടന്നുകളഞ്ഞു. തുടർന്നാണ് വ്യവസായി വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകിയത്. ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് മൈസൂരുവിന് സമീപം നഞ്ചൻകോട് നിന്ന് അനിലിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കയ്യിൽ നിന്ന് 6.5 ലക്ഷം രൂപയും കണ്ടെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.